ഈ വർഷം നാട്ടിൽ റമദാൻ നിലാവ് കണ്ടു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ വർഷവും സന്തോഷമായിരുന്നു. പക്ഷെ ഈ വർഷം സന്തോഷത്തെക്കാൾ കൂടുതൽ സങ്കടം കൊണ്ടാണ് കണ്ണു നിറഞ്ഞത്. കാരണം പ്രവാസിയായി 15 വർഷം കഴിഞ്ഞു. ഈ 15 വർഷത്തിനിടയിൽ ഞാൻ നാട്ടിൽ റമദാൻ കൂടാൻ പോയത് വെറും 2 പ്രാവശ്യം മാത്രം. ഉമ്മാന്റെ കൂടെ പെരുന്നാളിനും അതുപോലെ റമദാനും. അത് ഒന്ന് 2020, അതായത് ഒരു 6-7 വർഷം മുമ്പ് 27-ാം നോമ്പിന് പോയി. പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഉമ്മാന്റെ ഒന്നിച്ച് കൂടി വന്നു. പിന്നീട് പോയത് കഴിഞ്ഞ വർഷം 2025. പക്ഷെ ആ ഒരു വർഷം ഞാൻ പോകണം. കാരണം 5 വർഷം എൻ്റെ ഉമ്മാന്റെ കൂടെ നോമ്പ് തുറന്നിട്ട് അതുപോലെ പെരുന്നാൾ കൂടിയിട്ട്. കാരണം നമുക്ക് നോമ്പ് നോക്കാൻ പഠിപ്പിച്ച, നമ്മൾക്ക് അത്താഴത്തിന് എണിപ്പിച്ച, നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ പഠിപ്പിച്ച, അല്ലെ, നമ്മളെ പെരുന്നാളിന് പുതുവസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് ഞങ്ങളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ, നമ്മളെല്ലാത്തിനും സങ്കടത്തിലും കൂടെ കരഞ്ഞ, നമ്മളെ സന്തോഷത്തിൽ കൂടെ ചിരിക്കുന്ന എല്ലാമായ നമ്മളുടെ ഉമ്മയുടെ കൂടെ പെരുന്നാൾ, പ്രവാസിയായതിനു ശേഷം പെരുന്നാൾ കൂടെ ഒരുപാട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്ന് എന്തായാലും പോകണം. അങ്ങനെ കഴിഞ്ഞ വർഷം അള്ളാഹു തൗഫീഖും നൽകി. പക്ഷെ അങ്ങനെ പോയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല ഇത് എൻ്റെ ഉമ്മയുടെ കൂടേണ്ട അവസാനത്തെ നോമ്പ് അല്ലെങ്കിൽ അവസാനത്തെ റമദാൻ പെരുന്നാളായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ റമദാനൊക്കെ കൂടി ഉമ്മാനോട് സന്തോഷം പങ്കുവെച്ച് തിരിച്ച് ഇങ്ങോട്ട് വന്ന് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഉമ്മാക്ക് സുഖമില്ല, തീരെ സുഖമില്ല. ഉമ്മാക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ എല്ലാവർക്കും വരുമല്ലോ വയസ്സായി. അങ്ങനെ ഷുഗർ ഭയങ്കര ക്ഷീണം ഉണ്ടായി, പ്രഷർ ഉണ്ടായി. അതിന്റെ ഗുളിക ഇങ്ങനെ കുടിക്കുന്നുണ്ടായി. അതിൻ്റെ ഇടയിൽ നെഞ്ചുവേദനയും ഉണ്ടായിരുന്നു. നെഞ്ചുവേദന അതിന്റെ ഗുളികയും കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ റമദാൻ ഉമ്മ 15 നോമ്പ് ഭയങ്കര ക്ഷീണം ഉണ്ടായിട്ട് 15 നോമ്പേ നോറ്റിട്ടുള്ളൂ. ഉമ്മ ഞങ്ങൾ ഡോക്ടർ കുടിക്കണ്ട പറഞ്ഞിട്ട് ഉമ്മക്ക് അത് മനസ്സില്ല. 15 കഷ്ടപ്പെട്ട് കുടിച്ചു. 15 പാടില്ല, പക്ഷെ 15 ബാക്കി കള്ളായതിന് ഉമ്മാക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മാട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, മുദ്ദ് കൊടുത്താൽ മതി, നോമ്പ് കഴിഞ്ഞാൽ അതിൻ്റെ പകരം അരി കൊടുത്താൽ മതി, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന്. എന്നിട്ടും ഉമ്മാക്ക് സമാധാനമില്ലായിരുന്നു. അപ്പോൾ അത്രയും ക്ഷീണിതയായിരുന്നു കഴിഞ്ഞ റമദാൻ. അപ്പോൾ 2 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. കൂടി നെഞ്ചുവേദന, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എമർജൻസിയാണ്. ഞാൻ അങ്ങനെ നാട്ടിൽ നിന്ന് കോളന്ന് ഉമ്മാനെ ഇങ്ങനെ ഐസിയുയിൽ പ്രവേശിച്ചിട്ടുണ്ട്, എന്തായാലും വരണം. അങ്ങനെ ഞാൻ ഐസിയുല്ലേ രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. രാവിലെ പോയി. 11 മണിക്കാണ് എന്നെ അപ്പോയിൻമെന്റ് എടുത്തിട്ടുള്ളത്. 11 മണിക്ക് എനിക്ക് അവിടേക്ക് എത്തിയാൽ ഉമ്മാനെ ആ സമയത്ത് കാണാൻ പറ്റും. ഒരു ദിവസത്തിൽ ഒരാൾക്ക് കാണാം, 2 പേർക്ക്. അങ്ങനെ 11 മണിക്ക് ഞാൻ നേരെ പോയി ഹോസ്പിറ്റലിൽ പോയി. ഉമ്മ എന്നെ കണ്ടത്, ഉമ്മാട് ഞാൻ പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം. ഉമ്മ സന്തോഷിച്ചു, വന്ന മോനെ, അങ്ങനെ എന്തായിന്ന് അറിയില്ല. ഇന്നലെ രാത്രി നെഞ്ചുവേദന ഭയങ്കര എടുത്ത് കൊണ്ടു, അൽഹംദുലില്ലാ ഇവിടെ എത്തും ഞാൻ വിചാരിച്ചു. അത്ര വേദനയായിരുന്നു, എന്തറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്കിന്റെ ഓപ്പറേഷൻ ചെയ്യണം, വരും, അതുകൊണ്ടാണ് പൈസ ഉള്ളത്, അതിന്റെ റെസ്റ്റിനാണ് ഒക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മയെ സമാധാനം, ഒന്നും പേടിക്കണ്ട, ഉമ്മ വറക്കുന്നുണ്ടായിരുന്നു. ഉമ്മക്ക് ഇന്നലത്തെ പോലെ 2 ദിവസമായി ഐസിയിൽ. ഇന്നലെ ഉണ്ടായിരുന്ന ആ ഒരു ശബ്ദത്തിൽ എനിക്ക് മനസ്സിലായി, സൗണ്ട് ഇങ്ങനെ വറക്കുന്നുണ്ടായിരുന്നു. ഉമ്മയുടെ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഉമ്മ ചെറിയൊരു ഓപ്പറേഷനേ ഉള്ളൂ, അത് ബ്ലോക്ക് എടുത്തല്ല സുഖാവും, അന്ന് പേടിക്കണ്ട. സ്വലാത്തും പറഞ്ഞു കൊടുത്തിന്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് പറയും. പിന്നെ ഡോക്ടർ വന്നു, ഓക്സിജൻ ഉമ്മ അത് പറഞ്ഞിട്ട് ഓക്സിജൻ ഉമ്മ വെച്ചു. പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ പുറത്ത് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ കുറഞ്ഞു പോയി, പൾസ് കുറഞ്ഞു പോയി. പിന്നെ ഡോക്ടർ പറഞ്ഞു ഭയങ്കര ക്രിട്ടിക്കലാണ്, ബ്ലോക്ക്. നമുക്ക് അറിഞ്ഞില്ലായിരുന്നു 4 ബ്ലോക്ക്. എന്നിരുന്നാലും ഉമ്മാന്റെ ആയുസ് പഠിച്ചോ കണക്കാക്കി പിന്നെ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഹോസ്പിറ്റലിൽ. ആ ജീവിതത്തിൽ ആ ഒരു നിമിഷങ്ങൾ ഉമ്മാനെ കണ്ടതും പിന്നെ അവസാനമായി സംസാരിച്ചതും ഉമ്മാന്റെ അവസാനമായി നോമ്പ് കൂടാനും എല്ലാം അള്ളാഹു എനിക്ക് ആ അവസരം തന്നതിന് ഞാൻ അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും അള്ളാഹുവിന് എത്ര സുജൂദിട്ടാലും മതിയാവില്ല. കാരണം അതെനിക്ക് ആ അവസരം കിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ എമർജൻസിയിൽ ഒന്നും വരില്ല എന്ന് വിചാരിച്ച് പോകില്ലായിരുന്നെങ്കിൽ, അവസാനമായി റമദാനും പെരുന്നാളും ഉമ്മാൻ്റെ കൂടില്ലായിരുന്നെങ്കിൽ, ഇതൊക്കെ അത് മാത്രമല്ല, ഉമ്മാൻ്റെ ജനാസ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കാനും അവസരം നൽകിയതും അതൊക്കെ ചിന്തിക്കുമ്പോൾ അൽഹംദുലില്ലാ, ഇതൊക്കെ അള്ളാഹു എനിക്കിത് ഉമ്മാൻ്റെ കൊണ്ട് ഞാൻ പോവുകയാണ്, ഉമ്മാനെ തിരിച്ചു വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവസാനമായി കാണാൻ അവസരം നൽകി. ഇല്ലെങ്കിൽ അത് മായാത്ത മുറിവായി മനസ്സിലെപ്പോഴും ബാക്കിയാകുമ്പോൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഉമ്മയില്ലാത്ത റമദാൻ, ഞാൻ സത്യം പറഞ്ഞാൽ ആ മാസം കണ്ടെന്ന് ഞാൻ ഭയങ്കരമായി വളരെ കരഞ്ഞു. എങ്ങനെ നിങ്ങൾക്ക് പറയാം, അത് ഉമ്മ നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാവും അല്ലേ. ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടിട്ട് 6 മാസമായിട്ടുള്ളൂ. ഓരോ തവണ ഞാൻ ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ മുഖം മനസ്സിൽ വരുമ്പോൾ കണ്ണ് നിറയുകയാണ്. ഞാൻ കരയണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഉമ്മാൻ്റെ മുഖം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ 40 അല്ല 50 എത്ര വയസ്സായാലും ആ ഒരു ബന്ധം, ഉമ്മയും മകനുമായുള്ള ബന്ധമുണ്ടല്ലോ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടവർക്ക് പറയണ്ട, ഉമ്മ ഉള്ളവർക്കത് മനസ്സിലായെന്ന് വരില്ല. ഉമ്മയെ നഷ്ടപ്പെട്ടാലുണ്ടല്ലോ
അത് ജീവിതത്തിൽ അതുപോലുള്ള ഒരു വിഷമം, അതുപോലുള്ള അത് പറഞ്ഞാൽ നിങ്ങൾ പിന്നീട് നിങ്ങൾ എത്ര സങ്കടം, അത് അള്ളാഹു മറവി എന്നൊരു രോഗം നമുക്ക് തന്നില്ലെങ്കിൽ ഈ ദുനിയാവ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്ര ഇമോഷൻ, എന്തോ ഒരു കണക്ഷനാണുള്ള ഉമ്മയും മക്കളുമായിട്ട്. നമുക്ക് ആ പൊക്കിലിൻ്റെ ആ ഒരു അടയാളം, അതാണ് മരണപ്പെട്ടാലും ആ പൊക്കിലിൻ്റെ അടയാളം പോകില്ല. ഉമ്മ നമ്മളെ മാസം നമ്മളെ വയറ്റിൽ ആ പൊക്കിലിൻ്റെ അടയാളത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചതിൻ്റെ അടയാളമാണ്. മരിച്ചാൽ പോകാത്ത ആ ഒരു ബന്ധം, അതാണ് ഉമ്മ എന്ന് പറയുന്നത്. ഞാൻ ആ മാസം കണ്ടാൽ ആദ്യം നാട്ടിലേക്ക് ഫോൺ വിളിക്കും, ഉമ്മയോട് സംസാരിക്കും. അല്ലേ, നമ്മളെ പ്രവാസികൾക്ക് ഒരു ആശ്വാസമാണ് അല്ലേ. നമുക്ക് എന്ത് സങ്കടം വന്നാലും എന്ത് സന്തോഷം വന്നാലും നമ്മൾ ആദ്യം നമ്മളെ മനസ്സിൽ ഓടിയെത്തുന്ന നമുക്ക് ഉമ്മ അല്ലേ. സങ്കടം വന്നാൽ ഉമ്മയോട് പറഞ്ഞാൽ ഫോൺ വിളിച്ച് എന്തായി മോനെ ഞാൻ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ തീർന്നു സങ്കടം. പിന്നെ സന്തോഷം വരുമ്പോൾ മാസം കണ്ട് എന്തായി ഉമ്മ, മാസം കണ്ട് ഉമ്മേൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും റമദാനിൽ കണ്ടുടാ, ഇവിടെ കണ്ടു, അവിടെ എങ്ങനെ ഒരുക്കങ്ങളായി, പലഹാരങ്ങൾ, അവിടെ എന്താണ് നോമ്പ് തുറക്കുക, ഇവിടെ എന്താണ്, ഇങ്ങനെ സംസാരിക്കും. എന്തൊരു സന്തോഷമാണ് അല്ല. എന്താ അത്തു എന്നാണ് എന്നെ വിളിക്കുന്നത്. അൽത്താഫ് എന്ന് ഒരിക്കൽ പോലും എൻ്റെ ഉമ്മ എന്നെ വിളിക്കില്ല, അത്തു എന്നാണ് വിളിക്കുന്നത്. അത്തു എന്തായി ഇവിടെ മാസം കണ്ടോ, ഇവിടെ മാസം കണ്ട്, ഇവിടെ കുറച്ച് ചൂടാണ്, കുറച്ച് ക്ഷീണമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, നമുക്ക് വിളിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അല്ലേ. ഉമ്മാനെ വിളിക്കുമ്പോൾ നമ്മളെ ഈ ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ അല്ലെ, നമ്മൾ ചെറുപ്പ കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഉമ്മാനെ വിളിക്കുന്ന അതേ ഒരു വികാരത്തോടു കൂടിയാണ് നമ്മൾ എത്ര വയസ്സായാലും നമ്മൾ ഉമ്മയെ വിളിക്കുന്നതും ഉമ്മ നമ്മളെ കാണുന്നതും അങ്ങനെയാണ്. ഉമ്മ സ്വന്തം ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമ്മ മറക്കാറില്ല. അതുകൊണ്ടാണ് ഉമ്മ നഷ്ടപ്പെടുമ്പോൾ ആ ഒരു പ്രാർത്ഥന ഇല്ലാതാവുന്നതിൻ്റെയും കൂടി നഷ്ടമാണ് നമുക്ക് ആ ഒരു ഫീല് വരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ ഉപ്പയും കൂട്ടണം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനൊരു ഉപ്പം കൂടിയാണ്, എന്നിട്ട് പോലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത് ഉമ്മയെ നഷ്ടപ്പെടുമ്പോഴാണ്. എനിക്ക് ഉപ്പയെ നഷ്ടപ്പെട്ട് 8 വയസ്സിൽ എൻ്റെ ഉപ്പയെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഉപ്പ നഷ്ടപ്പെടുമ്പോൾ ഇല്ലാത്ത എന്തോ ഒരു ഫീലിംഗ് ഉമ്മ നഷ്ടപ്പെടുമ്പോൾ, ഉമ്മ നഷ്ടപ്പെട്ടവർക്ക് അത് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാപിതാക്കളോട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. ദുആക്ക് ഉത്തരമുണ്ട്, പക്ഷെ ഞങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അത് അവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ഉമ്മ ഇത്ര നേരത്തെ പോയതായി 65 വയസ്സായിരുന്നുള്ളൂ. നേരത്തെ പോയതും നമ്മൾക്ക് ഈ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. എൻ്റെ എന്ത് സ്റ്റാറ്റസ്, എന്ത് വീഡിയോ ഞാൻ ഇസ്ലാമിൻ്റെ പരമായിട്ട് എന്ത് ചെയ്താലും ആദ്യം കാണുന്നത് യൂട്യൂബിലായാലും ഉമ്മയാണ്. എന്നിട്ട് അഭിപ്രായം പറയും, ഇനിയും ചെയ്യണം, ഇതിന് തിരുത്തിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണം, അമ്മായി മരുമകളുടെ വീഡിയോ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് സ്റ്റാറ്റസ് വെക്കും. ഉമ്മ അഭിമാനത്തോടു കൂടി സ്റ്റാറ്റസ് വെക്കും. ഇന്ന് എൻ്റെ വീഡിയോ കാണാൻ, അഭിപ്രായം പറയാനും. എൻ്റെ ഉമ്മയില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇൽമ്, ഇതിൻ്റെ മഹത്വം നാളെ എൻ്റെ ഉമ്മാക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത് സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും അല്ലേ. ഞങ്ങളുടെ മക്കൾ 6 മക്കളാണ്. ഉപ്പ നഷ്ടപ്പെട്ടപ്പോഴും കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി വലുതാക്കി ദീനി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന 6 മക്കളും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയിൽ എല്ലാം ചെയ്തിട്ടാണ് ഉമ്മ പോയെന്നൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പ്രതീക്ഷിച്ച് ഉമ്മ സ്വർഗ്ഗലോകത്ത് സന്തോഷത്തോടെ ഉണ്ട് എന്ന് എപ്പോഴും എൻ്റെ റബ്ബ് എന്നെ മനസ്സിലേക്ക് ഒരു ഇത് തരുന്നുണ്ട്, ധൈര്യം. പ്രാർത്ഥിച്ചോളൂ ഉമ്മ സന്തോഷത്തെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ചിട്ട് സ്വർഗത്തിൽ ഉന്നത പദവി നിങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നത പദവി നൽകട്ടെ. ഈ മാസം റമദാൻ പ്രാർത്ഥനയുടെ മാസമാണ്. അതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിച്ചാലും മക്കൾ, ഉമ്മയെ ഉപ്പയെ നഷ്ടപ്പെട്ട മക്കൾ എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം അവർക്ക് പ്രാർത്ഥിക്കാതെ നമ്മളൊരു പ്രാർത്ഥന പൂർണ്ണമാകില്ല, ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉമ്മയുപ്പ, അള്ളാഹുവെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. റബ്ബെ ഗഫിർലി വലി വാലിദയ്യ, റബ്ബെ ഗഫിർലി വലി വാലിദയ്യ. അത്ര മാത്രം പറഞ്ഞാലും മതി. അവർക്കതിങ്ങനെ പദവികൾ നാളെ ഉമ്മ ഉപ്പയും ചോദിക്കും, ഞങ്ങൾക്ക് ഇമാതിരി സ്വർഗത്തിൽ പദവി കിട്ടാനും ഞങ്ങൾ എന്താണ് അമൽ ചെയ്തതെന്ന് അവർ ചോദിക്കുമ്പോൾ അള്ളാഹ് കാണിച്ചു കൊടുക്കും. റമദാനിലേതാ നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുന്ന കാണുന്നുണ്ടോ, കരയുന്നത് കാണുന്നുണ്ടോ, നിങ്ങളുടെ പേരിൽ സൽക്കർമ്മം ചെയ്യുന്നത് കാണുന്നുണ്ടോ, നിങ്ങളുടെ പേരിൽ ഇൽമ പ്രചരിപ്പിക്കുന്ന കാണുന്നുണ്ടോ, അതിൻ്റെ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയും? ഉമ്മയും ഉപ്പയും സ്നേഹിക്കുന്ന യഥാർത്ഥ മക്കൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയും? നിങ്ങളിവിടെ ഡോക്ടറാവോ എഞ്ചിനീയറാവോ ഒരുപാട് സ്വത്തുണ്ടാക്കുന്നതല്ല അവരോട് ആഗ്രഹിക്കുന്ന. മരണപ്പെട്ട ശേഷം ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മമാർ ആഗ്രഹിക്കുന്നത്, ഞാൻ മരണപ്പെട്ട ഇതുപോലുള്ള മക്കൾ, ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ വേണമെന്ന് ആഗ്രഹിക്കണം. അങ്ങനെ നിങ്ങൾ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം. ഞാൻ മരിച്ചാലും എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം, 5 നേരം എനിക്കും സ്വർഗം
കിട്ടണമെന്ന് വസിയത്ത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ മക്കൾ പ്രാർത്ഥിക്കുന്നവരാവുക, ദീനീ സ്നേഹികളാവുക. അള്ളാഹു അതാണ് നമ്മൾ വേണ്ടത്. ഇൻഷാ അള്ളാഹ് ഈ ഒരു റമളാൻ മാസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഉപദേശം, മാതാപിതാക്കളെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യ ദീർഘായുസ് നൽകട്ടെ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ നാളെ നമ്മളുടെ മക്കൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കണമെങ്കിൽ ഇന്ന് ഞങ്ങൾ നമ്മളുടെ മാതാപിതാക്കൾ വേണ്ടി പ്രാർത്ഥിക്കണം.